എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം പറയുന്ന 12ാമത്തെ വാക്യം, അവ ദേശത്തെ വിളവ് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം ഹല്ലേലൂയ എന്ത് നിന്നുപോയി? മന്ന നിന്നുപോയി. നിനക്ക് സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം മന്ന തന്ന ഏത് സമയം വരെ എന്ന് അറിയാമോ? പ്രിയപ്പെട്ട സഹോദര, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ഭൗതിക ആഹാരം ഒരുക്കി വെച്ച ദിവസം വരെ ദൈവം നിനക്ക് മന്ന തന്നു. എനിക്ക് നല്ലൊരു സഹോദരനെ എനിക്കറിയാം. ആദ്യകാലം ഉണ്ടായിരുന്ന സഹോദരനാ. അദ്ദേഹം വളരെ ഫൈനാൻഷ്യലായിട്ട് വളരെ ഭാരപ്പെട്ടുള്ള സമയമുണ്ട്. ആ ഭാരപ്പെട്ടുള്ള സമയത്തും അദ്ദേഹം പലരെയും വണ്ടിയിൽ എടുത്തുകൊണ്ട് വരുമായിരുന്നു. എന്നാൽ വണ്ടിയിൽ ഒരു തുള്ളി പെട്രോൾ പോലുമില്ല. പല സന്ദർഭങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, സഹോദര പെട്രോൾ ഉണ്ടോ എന്ന്. അദ്ദേഹം ഒന്നും പറയത്തേയില്ല. എന്നാൽ മനസ്സിലാക്കിയൊരു സത്യമുണ്ട്, പല സന്ദർഭങ്ങളിലും ഒരു തുള്ളി പെട്രോൾ പോലുമില്ലാതെ അദ്ദേഹം വണ്ടി ഇത്രയും പേരെ എവിടെ പോകണം, ആരെ എടുക്കണമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു മടിയില്ല. ഒരു പെട്രോൾ ഇല്ലെങ്കിലും പോകും. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം ഞങ്ങളോട് പറയട്ടെ, പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നത് അദ്ദേഹത്തിൻ്റെ കൈ പൈസ വന്നതിന് ശേഷമാണ്. ഒന്ന് പിന്നോട്ട് നോക്കിയൊന്ന് പറ, നിങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം മന്ന നിർത്തിയത് ഒരു പക്ഷെങ്കിൽ ഒരു ഭൗതിക ആഹാരം, ഒരു ദൈവം നീ പോലും അധ്വാനിക്കാത്തത് സ്വർഗത്തിലെ ദൈവം നിന്റെ കരങ്ങൾ കൊണ്ട് തന്നിട്ടല്ലേ സ്വർഗസ്ഥനായിരിക്കും ദൈവം അത് നിർത്തിയത്? എന്തെങ്കിലും അനുഗ്രഹം മുടക്കിയിട്ടുണ്ടോ സഹോദര? ഇല്ല സഹോദര, അവൻ്റെ കരങ്ങൾ വളരെ വലുതാ.